100% അത് ഭീകരവാദിയാണെന്ന് വിശ്വസിക്കുന്നു. 100% തീവ്രവാദിയാണ്. എന്താ എന്റെ വിശ്വാസം. കാരണം ആൾ എന്തിനു പറയണ്ടേ, എന്താ കാര്യം? ഇപ്പൊ എന്താ പ്രചരണം, മാനസിക രോഗമാണെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ല. അതായത് അവിടെ എന്തിന് 2 ആഴ്ച മുമ്പ് എന്നു പറയട്ടെ, അത് അയാള് മാനസിക രോഗിയാണെന്ന് ഇപ്പോഴാണോ അറിയുന്നത്? ഇപ്പൊ മരിച്ചു കിട്ടി കഴിഞ്ഞപ്പോ ഇവിടെ ആരാ എന്താന്നുണ്ടെങ്കിൽ കാണാതെ പോയെങ്കിൽ വീട്ടുകാരെ ഉത്തരവാദിത്വമുള്ളവരാണെങ്കിൽ ഒരു പരാതി കൊടുക്കണ്ട പോലീസ്, ആളെ കാണുന്നില്ല, അങ്ങനെ പരാതി കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇവനൊരു തീവ്രവാദിയാണ്, ഒരു താലിബാനിസ്റ്റാണ്. അത് യാതൊരു അർത്ഥം. അവൻ അവിടെ പോയി എങ്ങനെയോ അബദ്ധം പറ്റിയിരിക്കുകയാണ്. അത് എങ്ങനെ മരിച്ചു എന്നുള്ളത് പട്ടാളം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഞാൻ ഇടപെടുന്നില്ല. അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഒന്നും, അതായത് ഇനി താലിബാൻ എന്നാണ് ഈരാറ്റുപേട്ടെ പറ്റി പറയുന്നത്, അറിയാമോ? അതുകൊണ്ടാണ് പറയാൻ ഞാൻ ഇവിടെ താമസിക്കാറുണ്ട്. അതെ അതെ, പിസിക്ക് കൃത്യമായിട്ട് ആ പ്രദേശത്തെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ്. അറിയുന്ന ആളത്തോട് ഞാൻ താമസിക്കുന്ന പറഞ്ഞ 1700 വോട്ടുള്ളതിന് 63 ഹിന്ദു കൃത്യമായി, ബാക്കി മുഴുവൻ മുസ്ലിം. ഈരാറ്റിയുടെ മുനിസിപ്പാലിറ്റി 40,000 പോപ്പുലേഷൻ, 38,600 മുസ്ലിം, 1,400 ഉള്ളു ബാക്കി ഹിന്ദു ക്രിസ്ത്യാനി. അതായത് NDAയുടെ കേരളത്തിലെ ഒരു പ്രാദേശികമായ ഓഫീസുള്ളത് ഈരാറ്റുപേട്ടെ. എന്തിനാ അവിടെ NIA അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ NIA ഒരു 80 കൂടുതൽ ആളുകളെ ഈരാറ്റുപേട്ടത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നും കൊണ്ടുപോയെന്ന് ഇവർക്കും മിണ്ടുകയല്ല, മിണ്ടുന്നില്ല, പറയുന്നുമില്ല. മനസ്സിലായില്ലേ? ഞാൻ എന്താ പറയാത്തത്? എനിക്ക് തന്നെ അറിയാം. അതായത് ഒരു മുനിസിപ്പൽ കൗൺസിലറെ ഞാൻ മഹാഭീകരവാദിയെന്ന് ചോദിച്ചാൽ എന്നോട് നേരിട്ടാൻ പറഞ്ഞു, PC കഴുത്ത് വെട്ടിയാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത് എന്നോട് അവൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കഴുത്ത് വെട്ടാൻ കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടും, സ്വർഗത്തിൽ ചെന്ന ഊറിയാണ് വളരെ സന്തോഷമായി ജീവിതമെന്ന് എന്നോട് അവൻ പറഞ്ഞതാണ്. പക്ഷെ എങ്ങനെയാ സാറിന് തല വെട്ടുന്ന എനിക്ക് സങ്കടമാണ് എന്നോട് പറഞ്ഞത്. അയാളോട് ആ പറഞ്ഞതിന്റെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ഈ NIA കൊണ്ടുപോവുകയും ചെയ്തു. മുനിസിപ്പൽ കൗൺസിലറാന്ന് ഓർത്തോണം. അങ്ങനെ കിട്ടാൻ വേണ്ടി ഈരാറ്റുപേട്ടുള്ള മുഴുവൻ മുസ്ലിം പള്ളിയിലും പ്രാർത്ഥനയായിരുന്നു. സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തതിനെ സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തിട്ട് മുഴുവൻ പ്രാർത്ഥനയായിട്ട് എല്ലാ പള്ളിയിലും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയായിരുന്നു. അതായത് ഈ ജാമ്യം കിട്ടാൻ വേണ്ടി. പക്ഷേ സുപ്രീം കോടതി കേസ് കൂടെ അഡ്മിറ്റ് ചെയ്ത് തള്ളി കളഞ്ഞുള്ള വേറെ രസം. കൊടുത്ത റിപ്പോർട്ട് അത്ര ഭീകരമാണെങ്കിൽ അങ്ങനെ തള്ളികളായി. ഈരാറ്റുപേട്ടയുടെ മുഴുവൻ പേരും താലിബാനിസ്റ്റുകളല്ല, ഒരു നല്ല ജനങ്ങളുണ്ട്. കേരളത്തിൽ താലിബാനിസ്റ്റുകൾ പെരുകുന്നു, അത് തന്നെയല്ലേ ഇതിലൂടെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ? യാതൊരു സംശയമില്ല, കേരളത്തിൽ താലിബാനിസ്റ്റ് പെരുകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിണറായി വിജയന്റെ സഹായമുണ്ട്. PC ഇപ്പൊ നോക്കൂ, എന്താണ് ഇപ്പൊ ഈ ഇതിലെ TRF ആണ് പഹൽഗാമിൽ ഈ ആക്രമണം നയിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു നേതാവായിട്ടുള്ള ആള് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് പഠിക്കാനായിട്ട് എത്തിയെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. അത് മലപ്പുറത്ത് വന്നെന്ന് പറയുന്നു. അതോടൊപ്പം ഈരാറ്റുപേട്ട ഉണ്ടായിരുന്നു, ഇവിടെ വാർത്ത കേൾക്കുന്നുണ്ടായി, ഒന്നുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ തന്നെ പ്രധാന താലിബാൻ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈരാറ്റുപേട്ട. അത് കേരളം അങ്ങനെ മാറുകയാണ്. അതിന് കാരണം ഇവിടെ സംരക്ഷണമുണ്ട്. പിണറായി വിജയന്റെ പിന്തുണ, പിണറായി വിജയന്റെ മകളെ കെട്ടിയത് മുസ്ലിം ഇസ്ലാമാണല്ലോ, അവന്റെ സ്വഭാവം അത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായി വന്നിരിക്കുന്നൊരു സംഭവമാണ് ഇവിടെ. ഇപ്പോ ഇന്ന് ഈ യുദ്ധം നടക്കുന്നതിനെ പറ്റി ആരും യുദ്ധത്തിനെതിരായി സംസാരിച്ചിട്ടില്ല. യുദ്ധം നഷ്ടമാണെന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ അതെ മാത്രമല്ല അത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ വിമാനങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ വാർത്തകൾ നിരന്തരമായിട്ട് നമ്മളെ കേരളത്തിൽ നിന്നടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാജ വാർത്തയാണെന്ന് ഇപ്പം തെളിഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഇവിടുത്തെ ഈരാറ്റുപേട്ട ഞാൻ കണ്ട കുഴപ്പമെന്ന് വെച്ചാൽ ഇത് എല്ലാം നോക്കുമ്പോൾ നിഷ്പക്ഷമതയാണെന്ന് പറഞ്ഞാലും ഈ തെറ്റുകൾക്ക് എതിരെ ഇവരാരും പ്രതികരിക്കാന. ഒരു മുസ്ലിം പറയുന്നത് തെറ്റാണെന്ന് അത് പറയുന്നില്ല. ഇപ്പോഴാണ് ഇന്ത്യ യുദ്ധം ഉണ്ടാക്കി 9 കേന്ദ്രങ്ങൾ തകർത്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ മുസ്ലിങ്ങളിൽപ്പെട്ടവർ പറയാൻ തുടങ്ങി ഇന്ത്യ ചെയ്തത് ശരിയാണെന്ന്. അത് ആത്മാർത്ഥമുണ്ടെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് തന്നെ എന്റെ അഭിപ്രായം. ഞാൻ ഇത് പറയുമ്പോഴോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ CPM-ന്റെ ഒരു മെമ്പറല്ലേ, ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ഇന്നയുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം കൊണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാവും. നമ്മുടെ നഷ്ടമാവല്ല കണക്ക്, അല്ലാതെ നമ്മുടെ ലാഭമില്ല. അപ്പൊ ശാസ്ത്രന്മാരുടെ മനസ്സെന്താന്ന് വെച്ചാൽ നിവൃത്തി പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. സ്വരാജും പറഞ്ഞല്ലോ, സ്വരാജിന്റെ അഭിപ്രായം തന്നെയാ. സ്വരാജ് പറഞ്ഞ എന്താ, ഇവിടെ രാജ്യത്ത് നഷ്ടമുള്ളൂ യുദ്ധം കൊണ്ടല്ല, ഒരു ലാഭമില്ലെന്നാ പറഞ്ഞു. പക്ഷെ ഹമാസ് ഇസ്രായേലിന് നേരെ മിസൈൽ ഉതിർത്തപ്പോ അത് പോരാട്ടാണെന്നാണ് പറഞ്ഞത്. അത് തന്നെ പിണറായി വിജയൻ ഇവിടെ കോഴിക്കോട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തും സമ്മേളനം നടത്തി ഇസ്രായേലിനെതിരെ. എന്നാ ഹമാസ് കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി രാത്രി സമയത്ത് മര്യാദയ്ക്ക് നിന്നിരുന്ന ഇസ്രായേൽ കയറി 1200 പാവങ്ങളെ വെട്ടിക്കൊന്ന് വെടിവെച്ച് കൊണ്ടതിനെ പറ്റി ഒരു പരാതി ആർക്കുമില്ല. അവിടുന്ന് 200ഓളം ആളുകളെ ബന്ദികളാക്കിക്കൊണ്ടുപോയി, പരാതിയില്ല. ആ ബന്ദികളെ തിരിച്ചു കിട്ടുന്നില്ല, തിരിച്ചു കിട്ടിയതെല്ലാം കയ്യും കാലും ഇല്ലാതാക്കിയിട്ട് കണ്ണില്ലാതെ. അത്ര വൃത്തികെട്ട നീചന്മാരാണ് ഹമാസ്. അതിനെപ്പറ്റി മിണ്ടാൻ ആളില്ല. ആ ഹമാസിന് പിന്തുണ കൊടുക്കുന്ന നാണം കെട്ടവന്റെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെങ്ങനെ നന്നാവും? ഇത് അപകടകരമെന്നറിയാമോ? ഈ കേരളം വലിയ അപകടകര നിലയിൽ നീങ്ങാണ്. ഇപ്പൊ മോദി അല്ലായിരുന്നു ഭരിക്കുന്നതെങ്കിൽ, മോദിജിയുടെ ഭരണമില്ലായിരുന്നു എന്തായിരുന്നു കേരളത്തിലെ ഗതി? ഇവിടെ എന്തൊക്കെ നാട് വിട്ടു പോകേണ്ടത് മറ്റുള്ള ആളുകൾ. ഇവിടെ തൊഴിലവസരം പോലും ഇല്ല. കടം കയറി മുടിഞ്ഞു. 6 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു ഗവൺമെന്റാ കേരളം ഭരിക്കുന്നത്. പോരെ, ആ 6 കോടിയില് 4,47,43 ലക്ഷം രൂപയും പിണറായി വിജയൻ ഉണ്ടാക്കി കടവാ, അല്ലാതെ വേറല്ല. കാരണം 1,57,000 കോടി രൂപ EMSന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടി 2016 അത്ര കടമുള്ള കേരളത്തിന്. ആ 1,57 കടമാണ് ഇപ്പൊ 6 ലക്ഷം കോടി ആയിരിക്കുന്നത്. എവിടെ പോയിരിക്കുന്നു? കാട്ടുമുടിക്കല്ലേ എവിടെ? നമ്മുടെ അയാളെ 1ാം നിലയിൽ നിന്ന് 2ാം നിലയ്ക്കാണ് ലിഫ്റ്റ് ഉണ്ടാക്കി 15 ലക്ഷം. അയാളെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് 40 ലക്ഷം, പിച്ച് കെട്ടത് 40 ലക്ഷം. ഇത് എവിടുന്ന് ഈ കാശ് നോക്കണ്ടേ? നികൃഷ്ടജീവിന്ന് ഇവിടെ ബിഷപ്പന്മാരെ നികൃഷ്ടജീവികൾ എന്നാണ് വിളിക്കുന്നത്. അത് ആ പേരിന് അർഹനാണ് പിണറായി വിജയന്റെ എന്റെ അഭിപ്രായം. ഒരു സംശയമില്ല. നമ്മളിപ്പോ ഈ മരിച്ച ആള് അദ്ദേഹത്തെ ഭീകരവാദി എന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് ഇപ്പൊ അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് അന്വേഷിച്ചു വരും. പക്ഷെ കേരളത്തിന് IS-ലേക്ക് വരെ പോയ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളുടെ ഒരു പാരമ്പര്യമുള്ള ഒരു നാടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നത്, അല്ലേ? അതെ, ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട് യുദ്ധത്തിന് പോയിട്ടുണ്ടല്ലോ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈന് പട്ടാളമായിട്ട് പോയിട്ടുണ്ട്, റഷ്യയുടെ പട്ടാളമായിട്ട് റിക്രൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ജോലിക്കാണെന്ന് പോയി അവിടെ തന്നെ തോക്കെടുത്ത് പൊക്കോളാൻ പറയുക. പക്ഷെ ഇത് നമ്മൾ ഇതിലെ വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ തീവ്രവാദികൾക്കെതിരെയും താലിബാനെതിരെയും ഭീകരവാദത്തിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ പാവപ്പെട്ട നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ഇവർ പ്രചരിക്കുന്നത്. അത് ആ മുസ്ലിങ്ങൾ ആ സ്വഭാവം മാറണമെന്നേ അവർക്ക് മനസ്സിലാക്കണം. ഇത് സഹമാനസമുണ്ട്, ഭീകരവാദമുണ്ട്, അത് മുസ്ലിങ്ങളാണ്, അത് പാടില്ലാത്തതാണ്. രാജ്യത്ത് ഇവിടുത്തെ ഉപ്പും ചോറും നിന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക തെറ്റാണെന്ന് ചിന്തിക്കാനും അത് പറയാനുമുള്ള ധാർമ്മികത ഇവർ പ്രകടിപ്പിക്കട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ അവരെ പോലെ എത്രയോ ബഹിർഭരണം ശരിയല്ലോ, എത്രയോ പേര് അവരെയൊക്കെ ആ നല്ല ഓർമ്മ നിലനിർത്തണം. മനസ്സിലായില്ലേ? പക്ഷേ മുസ്ലിം അതാണ് സങ്കടം. അത് വലിയ തെറ്റാണ്. അതൊന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ ഇപ്പൊ ഒരു സൈനികനടക്കം ഈ അതിർത്തിയിൽ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇപ്പോ അതിർത്തികളിൽ സാധാരണപ്പെട്ട ജനങ്ങളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തും ഒരു ദുഃഖമില്ല ഒരുത്തനും. അതാ സങ്കടം. ഇപ്പം വിദേശ രാജ്യങ്ങൾ മുഴുവൻ നമ്മളെ മര്യാദ, നമ്മളെ തീവ്രവാദികളെ മാത്രമേ വകവരുത്തുള്ളൂ. വേറെ ഒരിടത്തോട് നമ്മൾ ഒന്നും ചെയ്യില്ല. ഇന്ത്യൻ പട്ടാളം ഇതുവരെ അനങ്ങിയിട്ടില്ല. എയർഫോഴ്സും അതുപോലെ നേവിയും എയർഫോഴ്സും മാത്രമാണ് ജോലി ചെയ്യുന്നത്, വളരെ മാന്യമായിട്ട്. എന്നിട്ടും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ ഇവയൊക്കെ ഇന്ത്യയിൽ ഇപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് എല്ലാവരും പിന്തുണയുക. സത്യത്തിൽ ഈ ഭീകരവാദികളെ വളർച്ചയുടെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ കോൺഗ്രസിനാണ്. കോൺഗ്രസ് നടത്തിയ തെറ്റാണ് ഇത് മുഴുവൻ. ഇന്ദിരാജിയെയും കൊന്നത് തീവ്രവാദികളല്ലേ, തീവ്രവാദത്തിന്റെ ഭാഗമല്ലേ? രാജീവ് ഗാന്ധി എങ്ങനെയാ മരിച്ചത്?
ഇതൊക്കെ കാണാൻ കഴിയാത്ത, കാണാനും ഇതിന് പ്രതികരിക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ പറ്റി എന്ത് പറയാന്? നമ്മുടെ കഷ്ടകാലം ഈ കോൺഗ്രസാണ് ആദ്യം തീരേണ്ടത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്തില്ലാത്തൊരു സാധനം. ഇവന്മാർ കേരളത്തിലെ പൊട്ടന്മാരായി ഞാനും നമ്മുടെ ആളുകളെല്ലാം കൂടെ യുവന്മാരെയും കോൺഗ്രസിനെയും മാറി മാറി വളർത്തി പരുവാക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും എങ്ങനെ കേരളം എന്നുള്ളതിനെ പറ്റി ആളുകൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി.